നല്ല രീതിയിൽ മുതൽ പൂച്ചയുടെ കയ്യിൽ നിന്ന് കിട്ടും. കാരണം ഭക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചില കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത്. ഇപ്പം ഭക്ഷിക്കാനായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പിന്നെ ആക്രമിക്കാനായിട്ട് പിന്നെ ഒരിക്കലും വരില്ല. ഞാൻ അത് ഭക്ഷിക്കാനായിട്ട് കൊടുത്തു. അപ്പോൾ ഗൈസ്, വാലന്റൈൻസ് ഡേ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു. ശരിക്കും വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മലയാളാർത്ഥം സ്നേഹിക്കുന്നവരുടെ ദിനം എന്നാണ്. അറിയാത്തവർ ഇത് മനസ്സിലാക്കുക. പിന്നെ ഒരു പെണ്ണും ഒരു ആണും പരസ്പരം ഒന്ന് ചേർന്ന് സ്നേഹിക്കുന്നതിനെയല്ല യഥാർത്ഥ സ്നേഹം എന്ന് മനസ്സിലാക്കുക. പരസ്പരം തിരിച്ചറിഞ്ഞ് സ്നേഹിക്കുന്നതിനെയാണ് യഥാർത്ഥ സ്നേഹം. അത് നമ്മുടെ വേദനകളും ബുദ്ധിമുട്ടും ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്നതിനെയാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി നിങ്ങൾ ജീവിതം കണ്ടിന്യൂ ചെയ്യുക. ഇനി അടുത്ത സംഭവം നമുക്കിനി ഈ ഒരു വാലന്റൈൻസ് ഡേ ആയിട്ടുള്ള വ്ളോഗ് അടുത്ത കൊല്ലം ഫെബ്രുവരി 14-ാം തീയതി ഉണ്ടാവും. നമുക്ക് വിളിച്ച് കാണാം. ഗെയ്സ്, ഈ കുറച്ച് കാര്യം കൂടി ഉണ്ട് ഗെയ്സ്. നമുക്ക് ഒരുപാട് ഓർമ്മകൾ കുട്ടികളുടെ തൊട്ട് ഓരോരോ ഓർമ്മകളൊക്കെ തന്നിട്ടുണ്ട്. ഓരോരോ നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല ചിന്തകളൊക്കെ കുട്ടികളിൽ തൊട്ട് നമുക്ക് മാതാപിതാക്കന്മാരൊക്കെ തന്നിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ അവർ നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടിയിട്ടും പിന്നെ പ്രയത്നിച്ചൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. അവർ ഏറ്റവും കൂടുതൽ നല്ല കഠിനാധ്വാനം എടുത്തിട്ടുണ്ട് ഗൈസ്. അത് നമുക്ക് വേണ്ടി നമ്മുടെ ഓരോ കാര്യങ്ങളും, നമ്മുടെ പഠിത്തം, നമ്മുടെ വിദ്യാഭ്യാസം